സഹോദര, പലരും പറഞ്ഞതായി കാണാം, മുൻഗാമികൾ ചിലർ പറഞ്ഞതായി കാണാം, എനിക്ക് വർഷത്തിലൊരിക്കൽ അള്ളാഹുവുമായി ഒരു ഇരുത്തമുണ്ട്. അങ്ങനെ അള്ളാഹിനോട് ദുആ ചെയ്യാനും ഹൃദയം തുറക്കാനും എൻ്റെ പരലോകത്തെക്കുറിച്ചുള്ള വേദനകൾ ആശങ്കകൾ പറയാനും എന്നെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും. ഇത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള അവൻ്റെ സ്ഥിതി ഒരു ചെറിയ കുട്ടി അതിന് തൻ്റെ മാതാവിനോടുള്ള അവസ്ഥ പോലെയാണ്. ചെറിയ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, 15 ദിവസം 10 ദിവസമൊക്കെയുള്ള കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ആ കുട്ടിക്ക് സമാധാനം കിട്ടണമെങ്കിൽ അതിൻ്റെ മാതാവിൻ്റെ മാറിടമല്ലാതെ മറ്റൊരു വഴിയില്ല. വാപ്പ പോയിട്ട് പറയാം, ഞാൻ വാപ്പണ്ടോ, നിനക്ക് വേണ്ടി എല്ലാ കാര്യം ഞാനാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുട്ടിക്ക് വല്ല കാര്യമുണ്ടോ? ഇല്ല. ആരെല്ലാം എന്തെല്ലാം ആശ്വസിപ്പിച്ചാലും ആ കുട്ടിക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ അതിൻ്റെ മാതാവിൻ്റെ മാറിടമല്ലാതെ വേറെ വഴി. അതാണ് അള്ളാഹുവിൻ്റെ മുൻപിൽ തവക്കുലായ ഒരു മനുഷ്യൻ്റെ അവസ്ഥ. അള്ളാഹുവിലല്ലാതെ അവന് ആശ്വാസമില്ല, അള്ളാഹുവിലല്ലാതെ അവന് ത്വമഅനീനത്തില്ല, സമാധാനമില്ല, ശാന്തിയില്ല, സ്വസ്ഥതയില്ല. റമദാൻ ഇങ്ങനെ ഇരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, പറ്റുകയാണെങ്കിൽ ആരും വരാത്ത മസ്ജിദുകളിൽ അവിടെ പോയി ഖുർആൻ ഓതുക. അള്ളാഹുവിൻ്റെ ഖൽബ് തുറന്നു തരുന്നത് വരെ ഖുർആൻ ഓതുക. അള്ളാഹു നിനക്ക് അവൻ്റെ വാതിലുകൾ തുറന്നു നൽകുന്നത് വരെ നീ ഖുർആൻ ഓതുക. ഖുർആനെ കുറിച്ച് ചിന്തിക്കുക, അതിൻ്റെ അർത്ഥം ആലോചിച്ചുകൊണ്ട് ഓതുക, നിർത്താതെ ദുആ ചെയ്യുക. റബ്ബേ, നീ ഇത് തുറന്നു തന്നിട്ടില്ലെങ്കിൽ, നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ. ഹദീസിൽ നബി സാഹബ് പറഞ്ഞു, ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് പറ, ഫീഹി ലൈലത്തു ഖൈറുൻ മിൻ അൽഫി ശഹർ. റമദാനിൽ രാത്രി ഉണ്ട് 1000 മാസങ്ങളെക്കാൾ പുണ്യമുണ്ട്. എന്താ പറഞ്ഞത്? മൻ ഹുരിമ ഖൈറഹ ഖദ് ഹുരിം. ആർക്കെങ്കിലും അതിലെ നന്മകൾ തടയപ്പെട്ടാൽ അവനാണ് മഹ്റൂം. എന്താ മഹ്റൂം എന്ന് പറഞ്ഞാൽ? ഭാഗ്യം കെട്ടവൻ, എല്ലാ നിലക്കും ഭാഗ്യമില്ലാത്തവൻ, അതിൻ്റെ നന്മകൾ തടയപ്പെട്ടു. അങ്ങനെ ആകരുത്. ഈ മാസം കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ ഒരു ഖൈർ തടയപ്പെട്ടവനാകരുത്. അള്ളാഹു വാതിലുകൾ തുറന്നു നൽകാത്തവർ ഉൾപ്പെടരുത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, റബ്ബേ, നീ എല്ലാ രാത്രിയും രക്ഷപ്പെടുത്തുന്നുണ്ട്, അള്ളാഹു എന്നെ ഉൾപ്പെടുത്തണം, എന്നെ ഇതിൽ ഉൾപ്പെടുത്താതെ നീ വിടരുത്. മുൻഗാമികൾ ചില ദുആ ചെയ്യണം, അള്ളാഹുവേ, നീ എന്നെ ദൗർഭാഗ്യവാന്മാരിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ അള്ളാഹുവെ, നീ എൻ്റെ പേര് അതിൽ നിന്ന് മായ്ക്കുകയും എന്നെ സൗഭാഗ്യവാന്മാരിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യാം. ആദം നബി പ്രാർത്ഥിച്ചില്ല, റബ്ബന ളലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ നകൂന മിനൽ ഖാസിരീൻ. അല്ലാഹ്, നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ നഷ്ടക്കാരിൽപ്പെട്ടവരാണ്. നഷ്ടമല്ലാതെ മറ്റൊന്നുമില്ല. റബ്ബേ, നീ എനിക്ക് തുറന്നു തന്നിട്ടില്ല. ദുആ ചെയ്യുക, ദുആൻ്റെ അദബ് പഠിക്കുക, അള്ളാഹുടെ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിക്കുക, അള്ളാഹുവിൻ്റെ അസ്മാകൾ പഠിക്കുക, അവനവൻ്റെ അവസ്ഥ സ്വയം തുറന്നു പറയുക, നിൻ്റെ തിന്മകൾ ഏറ്റുപറയുക, അള്ളാഹുവിൻ്റെ മഹത്വം പറയുക, ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇനി ഒരു തുള്ളി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത നിമിഷം മരിച്ചു പോകാനിരിക്കുന്ന ഒരാൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി എങ്ങനെയാണോ കെഞ്ചാറുള്ളത്, അതുപോലെ അള്ളാഹുവിനോട് യാചിക്കുക, അള്ളാഹുവിനോട് യാചിക്കുക. എല്ലാ അഹങ്കാരവും മാറ്റിവെച്ച് ഹൃദയത്തിൻ്റെ എല്ലാ കിബറും അവസാനം അള്ളാഹ് തേട്, റബ്ബോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക. ഒരാളും അറിയാതെ, അള്ളാഹു അല്ലാതെ മറ്റൊരാൾ കേൾക്കാത്ത വിധത്തിൽ രഹസ്യമായി ദുആ ചെയ്യണം. എന്തിനു ദുആ ചെയ്യും? ദുആ ഫതഹ് കിട്ടിയാൽ, ദുആ നിനക്ക് അള്ളാഹു അതിൻ്റെ വഴി തുറന്നു തന്നു എന്ന് തോന്നിയാൽ, മുൻഗാമിൽ പറഞ്ഞേക്കാണ്, ഉമർ ഖത്താബൊക്കെ പറഞ്ഞേക്കാണ്, ഇന്നി ലാ അഹ്മിലു ഹമ്മൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്ന ആശങ്കയിലല്ല ഞാനുള്ളത്. ഇന്നമാ അഹ്മിലു ഹമ്മ ദുആ, ദുആ ചെയ്യാൻ അള്ളാഹു എനിക്ക് വഴി തുറന്നു നൽകുക എന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. വഇദാ ഉൽഹിംതു ദുആ ഫൽ ഇജാബതു മഅഹു, എനിക്ക് ദുആ അള്ളാഹു അതിൻ്റെ ഫത്ഹ് നൽകിയാൽ എനിക്ക് ഉറപ്പാണ് ഉത്തരമുണ്ട്. കാരണം ഉത്തരം നൽകാൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് റബ്ബ് നിന്നെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത്. അള്ളാഹു നിനക്ക് ഉത്തരം നൽകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നിനക്ക് നല്ല വിധത്തിൽ ദുആ ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ അള്ളാഹു നിന്നെ അങ്ങനെ അവൻ്റെ മുന്നിൽ ഇരുത്തുകയില്ല. അവൻ നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നത് എന്തിനാണ്? നിനക്ക് തരാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട്. പക്ഷെ നീ അതിലേക്ക് എത്താൻ നിനക്ക് സാധിക്കുക എന്നുള്ളതാണ്, അങ്ങനെ പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിയുക എന്നുള്ളതാണ്.
വെറുതെ ഉറക്കം തൂങ്ങി പ്രാർത്ഥിക്കലല്ല. അള്ളാഹുവിൻ്റെ ഖൽബ് തുറക്കാൻ സാധിക്കുക. ഹദീസിൽ വന്നു, ജിബ്രീൽ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തിയതുപോലെ കൽഹിൽസിൽ ബാൽ, നനഞ്ഞ തുണി പോലെയായിരുന്നു ഞാൻ അള്ളാഹുവിൻ്റെ പേടി കാരണത്താൽ. അങ്ങനെ റബ്ബിൻ്റെ മുന്നിലാവുക. ദുനിയാവിലെ സർവ്വ മനുഷ്യരും സർവ്വ സൃഷ്ടികളും നിൻ്റെ ഖൽബിൽ നിന്ന് അവസാനിക്കും. അള്ളാഹു അല്ലാത്ത മറ്റൊരാളും നിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ മറ്റൊരാളും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ ദുആ ചെയ്യാം, തേടുക, പ്രാർത്ഥിക്കുക. ഹദീസിൽ വന്ന അലിസു ബിയാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുക, ചോദിച്ചുകൊണ്ട്. ഇൽഹാഹ് എന്നാണ് ദുആ എന്ന് പറഞ്ഞത്. ഇൽഹാഹ് പറയാ വീണ്ടും പറയാ. അങ്ങനെ പറയാനുള്ള അവസരം തുറന്നു കിട്ടി എന്ന് തോന്നിയാൽ മുന്നേ നീ തയ്യാറാക്കി വെക്കുക നിനക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ. എന്താ നിനക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ? നിന്റെ തെറ്റ് അള്ളാഹു പുറത്തു തരാൻ, അള്ളാഹു നിന്നോട് കോപിക്കാതിരിക്കാൻ, അള്ളാഹു നിന്നെ വെറുക്കാതിരിക്കാൻ, അള്ളാഹു നിനക്ക് സ്വർഗം തുറന്നു നൽകാൻ, നരകത്തിൽ നിന്ന് അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്താൻ, അള്ളാഹു പരലോകത്തിനോട് കരുണ കാണിക്കാൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നിനക്ക് ലഭിക്കാൻ. പരലോകമാണ് ഒന്നാമത്തെ. നിങ്ങൾ ദുനിയാവ് ചോദിക്കേണ്ടതല്ല, ദുനിയാവ് ചോദിക്കണം. പരലോകമാണ് ഒന്നാമത്തെ കാര്യം. മുസ്ലിമായി മരിക്കാൻ, ഈമാനുള്ള അവസ്ഥയിൽ മരിക്കാൻ, ഖൈറിലേക്ക് നയിക്കാൻ. റബ്ബേ, ഇത് ഇല്ല എങ്കിൽ എൻ്റെ കാര്യമാണ് കഷ്ടം, നിനക്കിതുണ്ട് യാതൊരു ആവശ്യമില്ല, ഞാൻ ഇബാദത്ത് ചെയ്യട്ടെ ചെയ്ത് നിനക്ക് യാതൊരു ആവശ്യമില്ല, ഇതെൻ്റെ ആവശ്യമാണ്, എനിക്ക് വേണ്ടതാണ്. അങ്ങനെ ചോദിക്കുക. അള്ളാഹ് ദുആ പഠിക്കുക, ചെയ്ത് പഠിക്കുക. സഹോദരങ്ങളെ, റമദാൻ അവസരമാണ്. അള്ളാഹ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനുള്ള സന്ദർഭം മുതലെടുക്കുക. അള്ളാഹു തുറന്നു വെച്ച് നൽകുന്ന അവസരം. അവൻ നിന്നെ വിളിക്കുകയാണ്, നിനക്ക് വഴി തുറന്നു വെക്കാൻ. നോക്കൂ, റബ്ബിന് അതിൻ്റെ യാതൊരു ആവശ്യമില്ല. നിന്നോട് പറഞ്ഞു തരികയോ നിനക്ക് വഴികൾ തുറന്നു വെക്കുകയോ ചെയ്യേണ്ട യാതൊരു, റബ്ബാണ്, അവന് യാതൊരു കാര്യമില്ല. നിനക്കൊരു നന്മക്ക് കണക്കില്ലാതെ പ്രതിഫലം നൽകാൻ അവൻ ആരും നിർബന്ധിക്കുന്നില്ല. അവൻ നിന്നോട് എന്തെങ്കിലും ചെയ്തില്ല അവൻ ആരും ചോദ്യം ചെയ്യാനില്ല. നീ എന്തൊക്കെ ചെയ്താലും അവൻ ചെയ്ത ഒരു അനുഗ്രഹത്തിന് പോലും അത് പകരമാകുന്നു പോലുമില്ല. നീ വർഷം മുഴുവൻ നിൻ്റെ ആയുസ് മുഴുവൻ നോമ്പെടുത്താൽ പോലും അള്ളാഹു നിനക്ക് നിൻ്റെ കണ്ണിന് കാഴ്ച നൽകിയ ഒരു കാഴ്ച അതിന് പകരം പോലും നിൻ്റെ നോമ്പാകുന്നില്ല. ഇതൊന്നും റബ്ബിന് യാതൊരു ആവശ്യമുള്ള കാര്യമില്ല. നിൻ്റെ ആവശ്യമാണ്, നിനക്ക് വേണ്ടതാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിനക്ക് വേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ആവശ്യമില്ല. ലൻ യനാല അല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അള്ളാഹുവിന് നിങ്ങളുടെ മാംസമോ രക്തമോ ഒന്നും എത്തുന്നില്ല. ബലികർമ്മം ചെയ്താൽ നിങ്ങളുടെ തഖ്വയാണ്, നിങ്ങളുടെ ഹൃദയമാണ്. അതാകട്ടെ കണക്കില്ലാതെ പ്രതിഫലം നൽകാൻ അള്ളാഹു വഴി തുറന്നു വെക്കുക. പറയാ, വന്നോളൂ, ഞാൻ പുറത്തു തരാം. എന്നിട്ട് സഹോദര, അശ്രദ്ധനായി അലംഭാവമുള്ളവനായി ഈ മാസത്തിലേക്ക് പ്രവേശിക്കരുത്. തയ്യാറെടുക്കുക, നഷ്ടപ്പെടുത്തരുത്. ഇനിയൊരു റമദാൻ ചിലപ്പോൾ ലഭിച്ചെന്ന് വന്നേക്കില്ല. ഇനിയൊരു തിരിച്ചുവരവ് ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇനിയൊരു മാസം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. എത്രയാണ് ഇനി ബാക്കിയുള്ളതെന്നറിയില്ല. കിട്ടിയത് പരമാവധി ഉപയോഗപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറുകൾ അധികരിപ്പിക്കാനും സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന് തൃപ്തികരമായ വിധത്തിൽ നിർവഹിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.